ഇടതുപക്ഷക്കാർ ഇപ്പൊ പറയുന്നത് മുസ്ലിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ അവർ ഇടതുപക്ഷ കക്ഷികളിൽ ചേരണം എന്നാണ്. എങ്ങനെ അവർക്ക് രക്ഷ നൽകാൻ കഴിയും? മുസ്ലിങ്ങൾക്ക് ഭരണസന്നാഹങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും കണ്ണൂരിലെ അവരുടെ പാവപ്പെട്ട സഖാക്കൾക്ക് RSSകാരന്റെ കൊലക്കത്തിയിൽ നിന്ന് രക്ഷ നൽകാൻ സാധിക്കാത്ത ഇടതുപക്ഷക്കാർക്ക്, മാർക്സിസ്റ്റുകാർക്ക് മുസ്ലിങ്ങൾക്ക് എങ്ങനെ രക്ഷ നൽകാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാ അധികാരങ്ങളും എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ടായിട്ടും അവരുടെ സഖാക്കളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. ഇവരുടെ BJP വിരോധം കാപട്യമാണ് ഇടതുപക്ഷ കക്ഷികളുടെ. ഈ BJPയെ ആരാണ് വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി വളർത്തിയത്? 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് വലിയ സീറ്റുകൾ നേടിക്കൊടുത്തത് ആരാണ്? BJPയുടെ RSSന്റെ മുസ്ലിം വിരോധം ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. 1925 നാഗ്പൂരിൽ വെച്ച് RSS രൂപവൽക്കരിക്കപ്പെട്ട അന്ന് എന്താണ് RSSന്റെ ലക്ഷ്യങ്ങൾ, തത്വങ്ങൾ എന്ന് KT ജലീല് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലമാണ് നിങ്ങൾ കേട്ടത്. ഇതേ KT ജലീല് ഇന്നലെ CPMന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് പറയുന്നത് കേട്ടു. ഒരു വിശ്വാസിക്ക്, ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന്. ഏതൊരു മതവിശ്വാസിയാകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു കേവല പാർട്ടി മാത്രമാണോ? അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഭൗതികതയെ മാത്രം അവലംബിച്ചുകൊണ്ട്, ഭൗതികതയ്ക്ക് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവിടെ വിശ്വാസങ്ങളില്ല, ആചാരങ്ങളില്ല, മതങ്ങളില്ല, ദൈവങ്ങളില്ല. മനസ്സിലായില്ലേ? അതുപോലെ ഈ മതങ്ങൾ എന്ന് പറയുന്നതോ കൃത്യമായിട്ട് വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ദൈവങ്ങളിലും മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സംഭവ വികാസം കൂടിയാണ്. അപ്പോൾ ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ജലീല് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു കേവല രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടല്ല CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. CPM കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ട് മാത്രമാണ് CPM കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുക. കാരണം ഈ വിശ്വാസങ്ങളും മതങ്ങളും, അത് ഏത് മതമാവട്ടെ ഏത് വിശ്വാസമാകട്ടെ, എല്ലായ്പ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. കണ്ടീഷനുകൾ ഉണ്ടാകും, ഒരുപാട് നിബന്ധനകൾ ഉണ്ടാകും, അല്ലേ? ഹൈന്ദവ മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, ഇസ്ലാം ആകട്ടെ, ഏത് മതമായാലും കണ്ടീഷനുകൾ ഒരുപാടുണ്ടാകും. ഒരുപാട് വിലക്കുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസുകൾ എപ്പോഴും ഉണ്ടാകും. മനുഷ്യൻ്റെ ഇച്ഛകൾക്കനുസരിച്ച്, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മതവിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത എന്താ? കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭൗതികതയും മാത്രമാണ്. അവിടെ വിശ്വാസങ്ങളില്ല, ലിമിറ്റേഷനുകളില്ല, എന്തുമാവാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒന്നും ഒരു വിലയില്ല, ദൈവമെന്ന സങ്കല്പം പോലുമില്ല. അതുകൊണ്ടാണ് സഖാക്കൾ 2 കാര്യം ചെയ്തത്. ഒന്ന്, അയ്യൻ്റെ പൊന്ന് കെട്ടത്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസികൾക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രാധാന്യമില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന പൊന്നുകെട്ട് ഉരുക്കി കൊണ്ടുപോയി വിറ്റ് തിന്നത് സഖാക്കൾ. എന്തുകൊണ്ടാ? അവർക്ക് വിശ്വാസങ്ങളില്ല, ദൈവങ്ങളില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതേ സഖാക്കൾ ചെയ്ത കാര്യം തന്നെയാണ്. ശബരിമല എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ പുണ്യസ്ഥലമായിട്ടുള്ള ഇടത്ത് അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കാൻ, തകർക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ അങ്ങോട്ട് എഴുന്നള്ളിപ്പിച്ചത്, യുവതികളെ അങ്ങോട്ട് എഴുന്നള്ളിപ്പിച്ചത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. കാരണം
സ്ത്രീകൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് അവിടെ പോകാം, പെൺകുട്ടികൾക്ക് അല്ലേ, അതുപോലെ പ്രായമായ സ്ത്രീകൾക്ക് പോകാം. അങ്ങനെയൊക്കെ ഓരോ കണ്ടീഷനുകളുണ്ട്. പക്ഷെ യുവതികൾക്ക് പ്രവേശനമില്ലായിരുന്നു. അപ്പോൾ ആ യുവതി പ്രവേശനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ സർക്കാർ പണിയെടുത്തതും നവോത്ഥാന മതിലുണ്ടാക്കിയതും നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും ആ സമിതിയുടെ തലപ്പത്ത് ഒരു വർഗീയവാദിയെ പ്രതിഷ്ഠിച്ചതും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരം വിശ്വാസങ്ങളെ തല്ലിത്തകർക്കാനും ദൈവങ്ങളെയും മതവിശ്വാസികളെയും നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ കൂടെ ഔദ്യോഗികമായിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഒരു മതവിശ്വാസിക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് KT ജലീൽ പറയുന്ന ഈ മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ തടസ്സമില്ല എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് പോലും ഒരു മുനാഫിക്കിൻ്റെ നാവായി മാറുന്നത്. മനസ്സിലായില്ലേ? ഇനി അതല്ല, KT ജലീൽ CPM-ൽ നിന്നുകൊണ്ട് ഈ വിശ്വാസങ്ങൾക്കെതിരെ അവർ നടത്തുന്ന പ്രവൃത്തികളും അവരുടെ പോരാട്ടങ്ങളും ഒക്കെ, അല്ലെങ്കിൽ CPM-ൽ നിന്നുകൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊള്ളാത്തവനാണ് ഞാൻ അതിനെയൊക്കെ തള്ളിപ്പറയുന്നവനാണ് എന്ന് പറയേണ്ടി വരും. അത് KT ജലീൽ പറയോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യോ? ചെയ്യില്ല. അപ്പോൾ കൃത്യമായിട്ട് കസേരകൾക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ കാലങ്ങളിൽ തനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങൾക്കുള്ള കടപ്പാട് എന്നുള്ള രീതിയിൽ മാത്രം, കടപ്പാടല്ല ഇത്, ശരിക്കും ഇതൊരു കസേരക്കളിയാണ്. 2031 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒരു സീറ്റ് അത് ഉറപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് KT ജലീൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ KT ജലീൽ ഭാര്യയെയും കൂട്ടി വന്ന് ഇരുന്ന് ഇത്തരത്തിൽ അഭിമുഖം നൽകുമ്പോൾ ഈ മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ ഒരു തടസ്സങ്ങളുമില്ല എന്ന് പറയുന്നത് അത് KT ജലീൽ ഒരു മുനാഫിക്കായതുകൊണ്ട് തനിക്ക് അധികാരത്തിനും കസേരകൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രം പറയുന്ന ഒരു ന്യായം മാത്രമാണ്, ഒരു ക്യാപ്സ്യൂൾ മാത്രമാണ് എന്നുള്ളതാണ്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ കൃത്യമായിട്ട് ജലീലിന് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. ഒന്ന്, ജോലിയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, അധികാരമോ കസേരകളോ ഇല്ല. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി തിരിച്ചു പിടിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ആ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചാലേ തന്നെ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വിശ്വാസവും KT ജലീലിനുണ്ട്. ആ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് KT ജലീൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മുനാഫിക്കിൻ്റെ കുപ്പായം എടുത്തിട്ട് അണിഞ്ഞിരിക്കുന്നത്. ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഒരർത്ഥത്തിലും എന്താകാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല. ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആവുക, അപ്പോൾ വിശ്വാസിയാകാൻ കഴിയില്ല. അല്ലെങ്കിൽ വിശ്വാസിയാകുക, അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയില്ല. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നടപ്പുള്ള കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അത് നടക്കില്ല. കാരണം രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ട് തലങ്ങളിൽ പ്രവർത്തിക്കുക. അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെ പോലും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ദൈവമില്ല, മതങ്ങളില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, വിശ്വാസങ്ങളില്ല, ഒന്നും തന്നെയില്ല. ഭൗതികത മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് അയ്യൻ്റെ പൊന്ന് കൊണ്ടുപോയി ഉരുക്കി വിറ്റ് നക്കിയത്. അതുകൊണ്ടാണ് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുത്തത്. അതിൻ്റെ പേരിൽ നവോത്ഥാന മതിലുണ്ടാക്കിയത്. മനസ്സിലായില്ലേ? യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ നവോത്ഥാന മതിലുണ്ടാക്കി. നവോത്ഥാന മതിലെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊന്നുമല്ല ശരി, ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസപ്രകാരം യുവതികൾക്ക് പ്രവേശിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഈ വിശ്വാസമല്ല ശരി, ഞങ്ങൾ ഈ ആർക്കും വരാം എന്തും ചെയ്യാം എന്ന് പറയുന്ന ആ രീതിയാണ് ശരി. അപ്പോൾ കൃത്യമായിട്ട് CPM പണിയെടുത്തത് എന്താണ്? CPM എന്ന് പറയുന്നത് ഒരു കേവല രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. കാലാകാലങ്ങളിലായിട്ട് ഇന്നലകൾ വരെ
കൃത്യമായിട്ട് ഈ പറയുന്ന മതങ്ങൾക്കെതിരെയും വിശ്വാസങ്ങൾക്കെതിരെയും ദൈവങ്ങൾക്കെതിരെയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പല സംഭവ വികാസങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമാകുമെന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസങ്ങൾക്കെതിരെ ഓരോ സെക്കൻഡിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മതങ്ങൾക്കെതിരെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ആ പ്രവർത്തനങ്ങൾ പലപ്പോഴും വളരെ സൈലൻ്റ് ആയിരിക്കും. കാരണം ഇത് അങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ആളെ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇത്തരം ഇവരുടെ അടിസ്ഥാന തത്വങ്ങൾ വളരെ സൈലൻ്റായിട്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ബടക്കാക്കി തനിക്കാക്കുക, തനിക്ക് കിട്ടണമെങ്കിൽ ബടക്കാക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുക. അതാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ജലീൽ പറഞ്ഞത് ജലീലിൻ്റെ ഇപ്പോഴത്തെ നിലപാടാ. ആ നിലപാടെന്താണ്? അതൊരു മുനാഫിക്കിൻ്റെ നിലപാടാ. തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ക്യാപ്സൂളുകൾ ഇറക്കുക എന്നുള്ള ജലീലിൻ്റെ നിലപാട്. മനസ്സിലായില്ലേ? തനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ജലീൽ നടത്തുന്നത്. ജലീൽ കൃത്യമായിട്ട് ഒരു കാപട്യക്കാരനാണ്, ഒരു മുനാഫിക്കാണ്. അതുകൊണ്ടാണ് ജലീലിന് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഒരിക്കലും അല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ് ജലീലിന് മറ്റുള്ളവരുടെ മുന്നിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ജലീൽ ഒരു വിശ്വാസിയാണെങ്കിൽ ജലീൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. ജലീൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ജലീൽ ഒരു വിശ്വാസിയല്ല. ഇതിൽ ഏതാണ് ജലീൽ എന്നുള്ളത് ജലീലിനോട് തന്നെ ചോദിക്കണം. അതിനപ്പുറം ജലീലിനെ കുറിച്ച് നമ്മൾ ജഡ്ജ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. പക്ഷേ ജലീൽ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? സഖാക്കളെയാണോ വിഡ്ഢികളാക്കുന്നത്? ഒരു വിശ്വാസിയായി നിന്നുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രം ഒരു സഖാവായി അഭിനയിക്കുക, മേ ബി അങ്ങനെയായിരിക്കാം. അതല്ലെങ്കിൽ ഒരു നല്ല ഒന്നാം തരം സഖാവായിക്കൊണ്ട് അവിടെയും തൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു വിശ്വാസിയായിട്ട് അഭിനയിക്കുക. എന്തുമാവാം. ഇത് തുറന്നു പറയേണ്ടത് ജലീല. അതല്ലാതെ ജലീൽ പറഞ്ഞ ഈ നിലപാട്, ഈ ഒരു രീതി, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ഒരിക്കലും ശരിയാകില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പ്രാഥമിക കാര്യം, അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് വിശ്വാസം എപ്പോഴും ദൈവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏത് മതത്തിൻ്റെ ആവട്ടെ, ഇസ്ലാം ആവട്ടെ, ക്രൈസ്തവരാവട്ടെ, ഹൈന്ദവരാവട്ടെ, ആരുമാവട്ടെ, എല്ലാവരുടെയും വിശ്വാസങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ദൈവികതക്കും വിശ്വാസങ്ങൾക്കുമൊക്കെ എതിരാണ്. അങ്ങനെ ഒന്നേ ഇല്ല, എല്ലാം ഭൗതികത മാത്രമാണ് എന്ന് പറയുന്നവരാണ്.